وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. اقتربت الساعة وانشق القمر. صدق الله العلي العظيم. പരിശുദ്ധമായ ഈ ഒരു ഷഅബാനിലെ പ്രഥമമായ വ്യാസമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നല്ല പോഷകമുള്ള നാളുകളെ ബർക്കത്തോടെ ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളും അല്ലാഹു തആല മാഫാക്കി തരുമാറാകട്ടെ. ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗൗരവത്വവും അവിടുത്തെ സ്ഥാനമാനത്വവും ഒരുപാട് നിലക്കുള്ളതായ ഇഖ്റാമുകൾ നിമിത്തങ്ങൾ അടഞ്ഞതായ ഒരു തിങ്കളാണ് പരിശുദ്ധമായ ഷഅബാൻ. അതുകൊണ്ടാണ് ഷഅബാനു ഷഹ്രി, ഷഅബാൻ അത് നല്ല തിങ്കൾ. നക്ക് റബ്ബുടെ ഭാഗത്തിൽ നിന്നിട്ട് ഒരുപാട് നന്മകൾ, ഒളിവുകൾ, ഒരുപാട് ഗുഡ് ഡീഡ്സുകൾ നക്ക് കിട്ടിയ തിങ്കളാണ് ഷഅബാൻ എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ പ്രൊപ്പഗേഷൻ അഥവാ ദഅവത്തിലെ പ്രഥമമായ അവസരങ്ങളിൽ മക്കത്തെ മുശ്രിക്കീന എല്ലാവരും നിഷേധിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മുഅ്ജിസാത്തുകൾ കൊടുത്ത അത്ഭുതമായ കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിയോട്ടിയിട്ട് നബി തങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല. അത് ജനനം മുതലേ ഒരു സാധാരണ ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല അവിടുത്തെ നൂർ, അവിടുത്തെ പ്രകാശത്തെ ഉണ്ടാക്കിയത് മുതൽ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വ്യത്യസ്തമായ സ്റ്റേജുകൾ, വ്യത്യസ്തമായ ഇക്റാമുകൾ, ഗൗരവങ്ങൾ അല്ലാഹു തആല കൊടുത്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തതായ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഇൻഷിഖാഖുൽ ഖമർ. മക്കത്തെ മുശ്രിക്കീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചാലഞ്ച് എടുക്കുന്ന ദൂരത്തിൽ ഉദിക്കുന്നതായ ചന്ദ്രനെ കാട്ടിട്ട് ചെന്നാൽ, മൂൺ അഥവാ ചന്ദ്ര നിലാവിനെ കാട്ടിട്ട് ചെന്നാൽ ആ നിലാവിനെ രണ്ട് പാലിയാക്കിട്ട് കാട്ടിത്തരമാ എങ്കിൽ വിശ്വാസവീക്കട. നങ്ങ നെലിയിട്ടും നിന്റെ റബ്ബുൽ വിശ്വാസവീക്കട, അത് ആക്കിട്ട് കാട്ടമാണ്ട് കേട്ടപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാരിയില്ല, വെറും ജാരിയില്ല. ഹബീബായ തങ്ങൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനത്തുക്ക് നിലാവു ചന്ദ്രത്തുക്ക് വിരൽ കാട്ടിട്ട് സുബ്ഹാനല്ലാഹ് ചന്ദ്ര രണ്ട് ഭാഗത്ത്. ഈ ഘട്ടന പല ചരിത്ര ഗ്രന്ഥത്തിലും ഉണ്ട്. പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് തീ പോയിട്ട് നേരിട്ടിട്ട് അവിടുത്തെ പഠിച്ചതായ ഇന്ത്യക്കാരനായ ഒരു രാജാവ്, ചേരുമാൻ പെരുമാൾ ചെണ്ടകത്തെ രാജാവ്, അയാൾ നമുക്ക് പറയുന്നത് ഒമാന്റെ സലാല ചെണ്ട ജാഗത്തിലാണ് ഉള്ളത്. ആ രാജാവ് ഇതിലെ നേരായിട്ട് ലൈവായിട്ട് അണ്ടത്തെ ജാവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. മക്കത്തെ മുശ്രിക്കീൻ അതിലെ അത് മായാജാലായിരിക്കുന്നത്, ഇന്ദ്രാജാലായിരിക്കുന്നത്, അത് എന്തമാ ഞങ്ങളെ കണ്ണുക്ക് മണ്ണിലിട്ടിട്ട് ചെന്നിട്ടത് തിരസ്കാരാക്കിയെങ്കിലും ഈ പേരുമാൻ ചെണ്ടതായ ഈ രാജാവ്, ചേരുമാൻ പെരുമാൾ ചെണ്ട ഈ രാജാവ് അതിനെ നമുക്ക് സൂക്ഷ്മമായിട്ട് അയാൾ മനസ്സിലാക്കി. അണ്ട് അറബിമാർ വ്യവഹാര സംബന്ധമായി, ബിസിനസ് സംബന്ധമായി മക്കത്തെയും സൗദിയിലെയും ഫലഭാഗത്തെ ഇന്ത്യത്തിൽ വന്നു ഇന്നത്തെ അറബിമാരോട് അയാൾ കേട്ട് മനസ്സിലാക്കി. എന്താണ് ഇങ്ങനത്തെ ഒരു ജാവും ചന്ദ്ര ജണ്ടുകളായിട്ട് ജണ്ട് ഭാഗത്തിൽ നിന്നതാണ് കണ്ടല്ലേ. ഇതിനെ ಬಗ್ಗೆ എന്തെങ്കിലും ഐഡിയകൾ, ഇതിനെ ಬಗ್ಗೆ മാഹിതികൾ ഉണ്ടായിട്ട് കേട്ടപ്പ
അങ്ങനെ ചെന്നാൽ ഞങ്ങളുടെ ആയത്തിൽ ഒരു നബി വന്ന് അയാളുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളോട് ചാലഞ്ച് ഇട്ടപ്പോൾ അയാൾ കാട്ടിട്ടുണ്ടായ ഒരു അത്ഭുതമാണ് അത് കേട്ട്. ആ അറബിമാർ ചെന്നപ്പോ ഈ രാജാവത ചെറിയ ചെറിയ ഇഞ്ചി ഒരു ഭരണി ഒരു ഇടത്തിൽ നല്ല മധുരമുള്ളതായ ഉണക്കിയ ഇഞ്ചിയുമായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട പൊയ്ത്തിരുന്നു. ആ ഇഞ്ചിനെ ഹദിയയായിട്ട് നിമിത്തം കൊടുത്തുകൊണ്ട് ഇമാം ഹാക്കിം അവിടുത്തെ അൽ മുസ്തദറക് ചെന്നതായ ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ റിപ്പോർട്ടാക്കിയതായിട്ട് കാണും. ഈ ഒരു ഇൻഷിഖാഖുൽ ഖമർ അഥവാ ചന്ദ്രചന്ദ്രൻ വിഭാഗമായ ഘടന നടന്നത് പരിശുദ്ധമായ ശഅബാൻ തിങ്കളിലേക്ക് മഹാന്മാരുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കണം. വിശുദ്ധ മുഅ്മിനീങ്ങൾ ഹബീബായ തങ്ങളെ മനസ്സിലാക്കുമ്പോൾ ആധുനിക സയൻസുമായിട്ട് ടച്ചപ്പാക്കിയിട്ട് പഠിക്കുമ്പോഴാണ് വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാവും. ആദ്യമായിട്ട് ആധുനിക സയൻസ് പഠിപ്പാട്ട് 1969 ജൂലൈ 20 അഥവാ നീൽ ആംസ്ട്രോങ് ചെന്നതായ വ്യക്തിയാണ്. നീൽ ആംസ്ട്രോങ് was the first person to walk on the moon. He was the commander of the Apollo 11 mission which is loaded on the moon July 20, 1969. 1969 ജൂലൈ 20 അപ്പോളോ 11 ചെന്നതായ മിഷന്റെയും പിടിച്ചോണ്ടു ഫസ്റ്റ് ആയിട്ട് മൂന്ന് ലാൻഡായ വ്യക്തി നീൽ ആംസ്ട്രോങ് ചെന്നതായ ഒരു അമേരിക്കത്തെ ബാഹ്യാകാശ യാത്രികനായിട്ട് ഫസ്റ്റ് ആയിട്ട് ലാൻഡായി. അയാൾ പോയിട്ട് അയാൾ വന്നിട്ട് അയാൾ ഒരു വലിയ ഒരു ചാനലിൽ നിന്നിട്ട് അയാൾ വലിയൊരു പത്രികാ പോസ്റ്റ് ഉണ്ടാക്കുക. വലിയൊരു മീഡിയത്തെ ആത്മാരെ വെച്ചിട്ട് പരസ്പര സംഭാഷണങ്ങൾ നടക്കും. ഈ സംഭാഷണങ്ങൾ ബ്രിട്ടന്റെ വേറെ ഒരു വലിയ സയന്റിസ്റ്റ്, അയാളുടെ പേര് ഡേവിഡ് പിഡ്കോക്ക് എന്നതായ സയന്റിസ്റ്റാണ്. ഇതിലൊക്കെ സൂക്ഷ്മമായി ഇയാൾ ചെന്നതായ ആവിഷ്കാരങ്ങൾ, ഇയാൾ ഇൻവെസ്റ്റ് ആക്കിയതായ, ഇയാൾ പോയതായ ചരിത്രങ്ങളും ബാഹ്യാകാശ യാത്രകളൊക്കെയും മൂന്നിൽ ലാൻഡായതും മൂന്നിൽ കണ്ട അത്ഭുതങ്ങൾ ഇയാൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അതാ ബ്രിട്ടന്റെ വലിയ സയന്റിസ്റ്റുമാർ ഇയാളോട് കേൾക്കട, അല്ല നീൽ ആംസ്ട്രോങ്, നിങ്ങൾ ബാഹ്യാകാശ യാത്രക്ക് പോയിട്ട് നിങ്ങൾ അവിടെ എന്ത് സമ്പാദനമാക്കിയിട്ടാണ് വന്നത്? കോടിക്കണക്കിന് അഥവാ ബില്യൺ കണക്കിലുള്ളതായ ഡോളറുകൾ, അമേരിക്കൻ ഡോളറുകൾ ചെലവാക്കിയിട്ട് ഇത്രയും ഒരു യാത്ര നിങ്ങൾ ആക്കിയാണെങ്കിൽ ഇതിക്ക് യന്ത്ര ലാഭയ്ക്ക് ഇതിൽ നിങ്ങൾ യന്ത്ര പഠിച്ചാലുണ്ട്. അയാളോട് കേൾക്കുമ്പോ അയാൾ ചെന്ന് ചമ്പെന്നും പഠിക്കുവായില്ല. അയാൾ പോയിട്ട് വലിയ സ്റ്റോണുകൾ, വലിയ വലിയ കല്ലുകൾ എടുത്തുകൊണ്ട് വന്ന അപ്പൊ ഈ ബ്രിട്ടന്റെ സയന്റിസ്റ്റുമാർ ചെന്നാൽ വലിയ കല്ലുകളെ ശേഖരണ വേണമായിട്ട് ഇത്ര ബില്യൺ കണക്കുള്ള ഡോളറുകൾ നിങ്ങൾ ചെലവാക്കുവാൻ കേട്ടപ്പോ പിന്നെ ഡേവിഡ് നീൽ ആംസ്ട്രോങ് അയാളുടെ ടീമിന്റെ ആത്മാർ ചെന്നാൽ ഈ ബാഹ്യാകാശ പൂർവ്വമുള്ള യാത്രയുടെ മുതലായിട്ട് ഒരുപാട് ചന്ദ്രത്തെ വൈദ്യം പഠിച്ചിട്ടില്ല. ചന്ദ്രത്തെ വൈദ്യം പഠിക്കുമ്പോ ചന്ദ്രത്തെ ആകൃതിയിലും അതിലെ എല്ലാ വിഷയങ്ങളും പഠിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചന്ദ്രത്തിൽ വലിയ വലിയ പർവ്വതങ്ങളുണ്ട്, വലിയ വലിയ വോൾക്കാനിക് അഗ്നിപർവ്വതങ്ങളുണ്ട്. അങ്ങനെ ചന്ദ്രത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടവർക്ക് ചന്ദ്രത്തെ ഓരോ പർവ്വതത്തെ വൈദ്യം സ്റ്റഡിയാക്കുമ്പോ പർവ്വതങ്ങളെല്ലാം പരസ്പര അതിലെ പരസ്പര ജാരിയതുപോലെ ഏതാണോ വെളിയിൽ പരസ്പര മുട്ടതുപോലെ കണ്ടെത്തി, പരസ്പര ബ്രേക്കായതുപോലെ കണ്ടെത്തി ഇതിനെ മധ്യ നോക്കുകൊണ്ട് പോയപ്പോ സുബ്ഹാനല്ലാഹ് ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ അതേ അവസ്ഥയാണ്. ഇതിലെ ഡേവിഡ് പിഡ്കോക്ക് ചെന്നതായ ബ്രിട്ടന്റെ സയന്റിസ്റ്റ് നിങ്ങളെ ഈ ഒരു മാതൃകാരിക്ക് വാച്ചാക്കിക്കൊണ്ടിരിക്കണേ. അയാൾ ചൊല്ലി നാട് സയൻസ് പഠിച്ചോ, പക്ഷേ നാം ഖുർആൻ പഠിച്ചില്ല. ആ ഖുർആനിൽ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തെ ഉണ്ട്, സൂറത്തുൽ ഖമർ, ചന്ദ്രത്തെ പറ്റിയുള്ള ഒരു അധ്യായം. നമുക്ക് എത്ര ആത്മാവുണ്ടോ ചന്ദ്രത്തെ പറ്റിയ ഒരു ചാപ്റ്റർ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിന്റെ തുടക്കമേ യുഖ്തറബത്തി സാഅതു വൻഷഖൽ ഖമർ, ഖിയാമത്ത് നാൾ ഉത്തമന്നര്, ഖിയാമത്ത് നാൾ ആയിട്ടില്ല, ഖിയാമത്ത് നാൾ ഉത്തമന്നര് സമീപവന്നര് വൻഷഖൽ ഖമർ. ഈ ചന്ദ്ര രണ്ട് ഭാഗമായിട്ട് പരിശുദ്ധ ഖുർആനിൽ 1400 വർഷത്തിന് മുതൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാക്കിയത് ഈ വിഷയം ചെന്നിട്ട് ഈ ഡേവിഡ് പിഡ്കോക്ക്
ചെന്നതായ സയന്റിസ്റ്റ്, ബ്രിട്ടന്റെ സയന്റിസ്റ്റ് അതേ വേദിക്കൽ വെച്ചിട്ട് അയാൾ പരിശുദ്ധമായ ദീൻ സ്വീകരിക്കണേ, അയാൾ ഡേവിഡ് മൂസ ചെന്നിട്ട് അയാളുടെ നാമത്തെ മറുനാമകരണമാക്കണേ. സ്വന്തം മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പരിശുദ്ധമായ ഖുർആന്റെ അത്ഭുതങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് ഹഖായ ദീനാണ്, അത് നേരായ ദീനാണ്. ആ ദീനിന്റെ വക്താരനായിട്ട് ദീൻ വഴിപാട്ട് പോകുന്നതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൽ അംബിയ അവസാനത്തെ പ്രവാചകനാണ്. ആ നബി വഴിപാട്ടിലെല്ലാം നേരായിട്ട് ഒരു സത്യവിശ്വാസ ഈമാൻ നിറയനായ സന്ദർഭങ്ങളാണ് പരിശുദ്ധ ശഅബാൻ. ഈ ഇൻഷിഖാഖുൽ ഖമർ ചന്ദ്രചണ്ഡുഭാഗായത് പരിശുദ്ധമായ ശഅബാൻ തികലിലേക്കാണ് മഹാന്മാരുടെ വഴിപാട്ടിൽ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ദീനിന്റെ ഓരോ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ഈമാൻ നല്ല താജാ ഈമാനായിട്ട് ഹബീബായ സാമാന്യ വ്യക്തിയല്ല, ഹബീബായ സാമാന്യ ആളല്ല. ആ ഹബീബായ ധാരാളം അനുസരിക്കൂ, ധാരാളം മഹബത്ത് അല്ലാഹുവിനെ നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. നബിയോ സാധാരണ ആളാണ്, 40 വയസ്സുപോലും സാധാരണ അറബി ഭാഷക്കാരനായിട്ട് മക്കത്തിൽ തിരിഞ്ഞുപോയിരുന്ന ആളാണ്. നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തപ്പുകളാക്കിയിട്ട് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിം അവരുടെ ശബ്ദങ്ങളിൽ നിന്നിട്ട് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരക്ക് അല്ലാഹു ആദർശത്തിൽ ഞങ്ങളുടെ മക്കോ ഞങ്ങളുടെ കൂട്ടുകുടുംബ ഞങ്ങളുടെ ജമാഅത്തുകളിൽ ആത്മാർ അതിൽ ഗട്ടിയായി ഇടിക്കൂ. അല്ലാഹു തൗഫീഖും ഭാഗ്യവും അല്ലാഹു തരുമാറാകട്ടെ. ആമീൻ യാ അർഹമർ റഹീം. അല്ലാഹു സ്വല്ലി അലാ നബിയിൽ മുസ്തഫ ഹബീബില്ലാഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على النبي المصطفى حبيب الله سيدنا